നാറ്റോയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി ചേർന്നാണ് ഇന്ത്യക്ക് നേരെ ഭീഷണി പുറപ്പെടുവിച്ചത്. റഷ്യയോട് സഹകരിക്കരുത്, റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തണം, യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്താൻ പറയണം എന്ന് ഇന്ത്യ പോടാ പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പേരെയും ചുരുട്ടി കൂട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പോരാത്തതിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് നാറ്റോ ഇന്ത്യയോട് തിട്ടൂരമിറക്കിയപ്പോൾ നമ്മുടെ പ്രതിനിധി യൂറോപ്പിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ഷോർട്ടേജ് വരിക. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് ഞങ്ങൾ നിങ്ങൾക്കാണ് മറച്ചു വിൽക്കുന്നത്. നിങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും റഷ്യൻ എണ്ണ പകുതി വിലയ്ക്ക് ഭീമമായി മേടിച്ചു കൊണ്ടുപോകുന്നത്. ഇതോടുകൂടി നാറ്റോയുടെ ആപ്പീസ് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. നാറ്റോ നാണം കെട്ടു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അതോടുകൂടി ബ്രിക്സിന് നേരെയായി ഇവരുടെ എല്ലാം കുതിരകയറ്റം എന്ന് പറയുന്നത്. അതിനിടയിൽ റഷ്യ RIC ട്രോയിക്ക എന്ന് പറയുന്ന ഒരു സഖ്യം, റഷ്യ ഇന്ത്യ ചൈന സഖ്യം പുനരുജ്ജീവിപ്പിക്കണമെന്ന് പറഞ്ഞൊരു അഭ്യർത്ഥന നരേന്ദ്രമോദിക്ക് മുന്നിൽ വെച്ചു. എന്തായാലും നാറ്റോയുടെ ഈ ഭീഷണി യുക്രൈനുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി സഹകരിക്കരുത് എന്ന് വന്നതിന് പിന്നാലെ നരേന്ദ്രമോദി നമ്മുടെ INS തമാൽ എന്ന് പറയുന്ന പടക്കപ്പലിനെ അങ്ങോട്ട് അയക്കുകയും പുടിൻ ഇങ്ങോട്ട് വരാമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. പുടിൻ എന്തായാലും ഇന്ത്യ സന്ദർശിക്കും. അതൊരു ചരിത്രപരമായിട്ടുള്ള സന്ദർശനമായിരിക്കും. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു വലിയ പ്രഖ്യാപനം ഇന്ത്യയും റഷ്യയും ചേർന്ന് നടത്താൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ തടയാൻ കഴിയില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മോസ് 2K ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പദ്ധതി പുനരാരംഭിക്കാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കരാറിലെത്തിയേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. പുടിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതിൻ്റെ തീരുമാനമുണ്ടാകുമോ? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വലിയ കരാറിൽ ഒപ്പുവയ്ക്കാൻ കഴിയുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ അടുത്ത തലമുറയായി ബ്രഹ്മോസ് 2K കണക്കാക്കപ്പെടുന്നുവെന്നും അതിൻ്റെ വേഗത ഹൈപ്പർസോണിക് ആയിരിക്കുമെന്നും നമുക്ക് നിങ്ങളോട് പറയാം. റഷ്യയുടെ സിർക്കോൺ 3M22 സിർക്കോൺ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഈ മിസൈൽ. ബ്രഹ്മോസ് 2Kയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മോസ് 2Kയിൽ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കും. കൂടാതെ ആണവായുധങ്ങൾ വഹിക്കാനും കഴിയും. അതായത് ബ്രഹ്മോസ് 2K ഒരു ആണവ മിസൈലായിരിക്കും എന്നുള്ളതാണ്. ഇതിന് 7 മുതൽ 8 വരെ മാക് വേഗത കൈവരിക്കാനായി കഴിയും. അതിൻ്റെ പരിധി 1500 കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മോസ് 2K പ്രോഗ്രാം നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഏകദേശം 10 വർഷം മുമ്പാണ് ഉണ്ടായതെന്നും ഈ പദ്ധതി ഇന്ത്യയുടെ DRDO അവരും റഷ്യയും NPO മെഷിനോസ്ട്രോയിനോയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണെന്ന് നമുക്ക് നിങ്ങളോട് പറയാനായി സാധിക്കും. എന്നാൽ പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് വൻ വിജയം നേടിയതോടെ ഇപ്പോൾ ഈ പ്രോഗ്രാം പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ മിസൈൽ എത്രത്തോളം മാരകമാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള മിസൈലുകൾ ഒന്നായിരിക്കും ബ്രഹ്മോസ് 2K മിസൈൽ. ഒരുപക്ഷെ അതിനെ തടയാൻ കഴിയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇതുവരെയും വികസിച്ചിട്ടില്ലായിരിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ബ്രഹ്മോസ് മിസൈലിനെ നേരിടാൻ ചൈന നിരന്തരം വ്യോമ പ്രതിരോധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് വിജയിച്ച ചരിത്രമില്ല എന്നുള്ളതാണ്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സ്കീമറ്റ് സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കും. അതായത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ അതിൻ്റെ വേഗത ഹൈപ്പർസോണിക്കായി തുടരും. അന്തരീക്ഷ മർദ്ദം കാരണം അതിൻ്റെ വേഗത കുറയില്ല. നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിന് 3.5 മാക് വേഗതയും 800 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലും നാവികസേനയിലും ഇത് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കരസേനയിലും ബ്രഹ്മോസ് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബ്രഹ്മോസ് 2 എന്നും അറിയപ്പെടുന്ന ബ്രഹ്മോസ് 2K വളരെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും വിപുലമായ മാനുവറിംഗ് കഴിവുകളും ഉണ്ടായിരിക്കും. അതിനാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത് മിക്കവാറും അസാധ്യമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.